السلام عليكم ورحمة الله وبركاته. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ولو كره الكافرون. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. وأشهد أن محمدًا عبده ورسوله صلى الله عليه وسلم الأب الرحيم رحمة للعالمين والمعلم الكريم والمربي ذو الخلق العظيم بالمؤمنين رؤوف الرحيم. وصلى الله وسلم على النبي الأمين وعلى آله الطيبين الطاهرين وصحابته الغر الميامين ومن سار على نهجهم إلى يوم الدين. أما بعد. اللهم ربي زدنا علما يا كريم. പ്രിയപ്പെട്ട ബഹുമാന്യരായ സീറ പഠിതാക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ തൗഫീഖ് കൊണ്ട് വീണ്ടും നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുജീവിതം പഠിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും പ്രവാചകൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠങ്ങളും അത് കേട്ടു പഠിച്ചു മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനുമുള്ള ഒരവസരം അള്ളാഹു നൽകിയിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പ്രവാചക ജീവിതം പഠിക്കുന്ന, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശവും നയനിലപാടുകളും ജീവിതത്തിൽ സ്വീകരിക്കുന്ന, അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്ന ആളുകളിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിപ്പോഴും ഹിജ്റ 9-ാമത്തെ വർഷത്തിലാണ് ഉള്ളത്. ഹിജ്റ 9-ാമത്തെ വർഷം, ആമുൽ വുഫൂദ് എന്നറിയപ്പെട്ട വർഷം. ഒരുപാട് സംഭവങ്ങൾ ഈ വർഷത്തിൽ നടന്നത് നമ്മൾ സൂചിപ്പിച്ചു. ഒരുപാട് വഫ്ദുകൾ വന്നുപോയി. ഇസ്ലാമിനെ ആദ്യകാലത്ത് പിന്തുണച്ച, സ്വയം ഇസ്ലാം സ്വീകരിക്കുകയും ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത നജാഷി രാജാവ് മരണപ്പെട്ടതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി സ്വലാത്തുൽ ഗായിബ്, മറഞ്ഞ ആളുടെ നമസ്കാരം, ഗായിബായ മയ്യത്തിൻ്റെ നമസ്കാരം നിർവഹിച്ചതും ഒക്കെ നമ്മൾ സൂചിപ്പിച്ചു. ഹിജ്റ 9-ാമത്തെ വർഷമാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട് പങ്കെടുത്ത അവസാനത്തെ യുദ്ധമുണ്ടാകുന്നത്. ഹിജ്റ 9 ഒരു വ്യവസ്ഥാപിതമായ ഒരു യുദ്ധം എന്ന നിലക്ക് പറയാൻ കഴിയുന്ന അവസാനത്തെ യുദ്ധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായത് ഹിജ്റ 9-ലാണ്. അതുമാത്രമല്ല, ആ യുദ്ധത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇസ്ലാമിക ചരിത്രത്തിൽ അന്നോളമില്ലാത്ത പ്രയാസങ്ങൾ അനുഭവിക്കുകയും മുനാഫിക്കുകൾ, അറാബികളായ കുറേ ആളുകൾ, മുനാഫിക്കുകൾ, ഇവരുടെയൊക്കെ കള്ളി വെളിച്ചത്താവുകയും ഇസ്ലാം ഏറ്റവും വലിയ സൈന്യവുമായി അന്നത്തെ പ്രബല ശക്തിയായിരുന്ന റോമക്കാരെ നേരിടാൻ വേണ്ടി പുറപ്പെടുകയും ചെയ്ത യുദ്ധമായിരുന്നു അത് എന്നതാണ്. അന്നുവരെ തൊട്ടുമുമ്പ് കഴിഞ്ഞ മുഅ്ത യുദ്ധത്തെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ റോമക്കാരെ നേർക്ക് നേരെ നേരിടുന്ന റോമക്കാർ, അഥവാ അന്നത്തെ ബൈസന്റൈൻ സാമ്രാജ്യത്തിലെ ഹിറക്കിൽ രാജാവ് നേരിട്ട് യുദ്ധത്തിന് ആളുകളെ ഒരുമിച്ച് കൂട്ടി സൈന്യത്തെ സജ്ജീകരിച്ച് വരുന്ന ഒരു യുദ്ധം, അങ്ങനെ ഒരു സംഭവം അതിനു മുമ്പ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ആ യുദ്ധം നടക്കാനുള്ള സ്ഥലം തബൂക്കായിരുന്നു. തബൂക്ക് എന്ന് പറഞ്ഞാൽ ഹിജാസിൽ നിന്ന്, മക്കയും മദീനയും ഉൾപ്പെടുന്ന അറേബ്യൻ ഉപദ്വീപിലെ ഹിജാസ് എന്ന പ്രദേശത്ത് നിന്ന് 1200-ലധികം കിലോമീറ്റർ യാത്ര ചെയ്ത് എത്തേണ്ട, അന്നത്തെ ബൈസന്റൈൻ സാമ്രാജ്യം ഭരിച്ചിരുന്ന, അതിന് കീഴിലുള്ള ഗസ്സാൻ രാജാക്കന്മാർ ഭരിച്ചിരുന്ന ഷാമിന് കീഴിലുള്ള പ്രദേശമാണ് തബൂക്ക് എന്ന പ്രദേശം. ഗസ്സാൻ രാജാക്കന്മാരെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ സംഭവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ പ്രവാചകൻ 1 മാസം വിട്ടുനിന്ന ആ സംഭവത്തിൽ ഗസ്സാൻ രാജാക്കന്മാരെ ആക്രമിക്കാൻ വന്നോ, ജാഅ ഗസ്സാൻ എന്ന് ഉമർ റളിയല്ലാഹു ചോദിക്കുന്നതും
ഒക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഗസ്സാൻ രാജാക്കന്മാർ അവർ റോമൻ രാജാക്കന്മാരുടെ മേൽക്കോയ്മ അംഗീകരിച്ച് ഷാമിൽ ഭരണം നടത്തുന്ന രാജാക്കന്മാരാണ്. അവരുടെ മുകളിലാണ് ഹിറക്കിൽ രാജാവ്. അപ്പോൾ ഹിജറ 9-ാമത്തെ വർഷം റജബിൽ ഗസ്വത്തു തബൂക്ക് എന്ന് പറയുന്ന തബൂക്ക് യുദ്ധം നടന്നു. ഒരുപാട് സംഭവങ്ങൾ കൊണ്ട് സമ്പന്നമാണ് തബൂക്ക് യുദ്ധം. പലവിധ വ്യത്യസ്തതകളാലും തബൂക്ക് യുദ്ധം അറിയപ്പെടുന്നുണ്ട്. തബൂക്ക് യുദ്ധത്തിന് മറ്റൊരു പേര് ഗസ്വത്തുൽ ഉസ്ര എന്നാണ്. ഉസ്ർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രയാസം, യുസ്ർ എന്നതിൻ്റെ നേർ വിപരീതം ഉസ്ർ ഐൻ, അഥവാ അത്രയധികം പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ ഒരു യുദ്ധത്തിൽ പുറപ്പെടുക എന്നത് അതുവരെ ഉണ്ടായ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ അപൂർവമാണ്. പ്രയാസങ്ങളുടെ യുദ്ധം, ഉസ്രത്തിൻ്റെ സൈന്യം എന്നൊക്കെയാണ് തബൂക്ക് യുദ്ധത്തെയും തബൂക്ക് സൈന്യത്തെയും കുറിച്ച് ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. വളരെ നല്ല ഉഷ്ണകാലം, നല്ല ചൂടനുഭവിക്കുന്ന കാലം, വെള്ളത്തിൻ്റെ ജലത്തിൻ്റെ ദൗർലഭ്യമുള്ള സമയം, അതുപോലെ തന്നെ മദീനയിലെ കൃഷികളുടെ വിളവെടുപ്പ് അടുത്തു വരുന്ന സമയം, അങ്ങനെ തുടങ്ങി ഒരു മനുഷ്യന് മദീന വിട്ടു പോകാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നൊരു യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു കാലാവസ്ഥയും സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നൊരു സമയം. അതുമാത്രമല്ല, അന്ന് വളരെയധികം ദാരിദ്ര്യം ജനങ്ങൾക്കിടയിലുണ്ടായിരുന്നു. ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന, അതുപോലെ ഇത്ര 1200 കിലോമീറ്ററുകൾ യാത്ര ചെയ്യേണ്ട, അത്രയധികം വാഹന സൗകര്യങ്ങൾ പോലും മുസ്ലിങ്ങളുടെ കയ്യിൽ ഇല്ലാതിരുന്നൊരു സമയമായിരുന്നു ഈ പറഞ്ഞ തബൂക്ക് യുദ്ധത്തിൻ്റെ ഈ സമയം. അന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ ഫത്ഹു മക്ക കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഗോത്രങ്ങൾ ഇസ്ലാമിലേക്ക് വന്നു. ഫത്ഹു മക്ക ഫത്ഹ് ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പോകുമ്പോൾ 10,000-12,000-ഓളം ആളുകൾ ആണ് ആ ഒരു സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ളത് എങ്കിൽ, ഇപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും അതിനേക്കാൾ എത്രയോ, അതിൻ്റെ ഇരട്ടിയിലധികം മുസ്ലിങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രവാചകനോടൊപ്പം യുദ്ധം ചെയ്യാൻ താല്പര്യമുള്ള, തബൂക്കിലേക്ക് പുറപ്പെടാൻ പ്രവാചകൻ്റെ ആഹ്വാനം കേട്ട് വന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവർക്ക് എല്ലാവർക്കുമുള്ള വാഹന സൗകര്യമില്ല. അന്നും പല യുദ്ധങ്ങളിലും നടക്കുന്നത് ഒരാൾക്കൊരു വാഹനം എന്നത് ഒരിക്കലും പ്രായോഗികമല്ല. ഒരു വാഹനത്തിൽ 1-2 ആളുകൾ, ചിലപ്പോൾ 3 വരെ ആളുകൾ, ചിലപ്പോൾ 6 വരെ ആളുകൾ, സ്വഹാബിമാർ ഊഴം വെച്ച് യാത്ര ചെയ്ത യുദ്ധ സന്ദർഭങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഏതായാലും സൂറത്തു തൗബയിലാണ് ഈ തബൂക്ക് യുദ്ധത്തെക്കുറിച്ച്, അതിൽ നടന്ന നിരവധി സംഭവങ്ങളെക്കുറിച്ച്, ചില മൈന്യൂട്ടായ സംഭവങ്ങളെക്കുറിച്ച് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വിശദമായി പ്രതിപാദിക്കുകയും മുനാഫിക്കുകളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, അവരുടെ വാചകങ്ങൾ എടുത്തു കൊടുക്കുകയും അവരുടെ ഉള്ളുകളികൾ വെളിച്ചത്ത് കൊണ്ടുവരികയും ഒക്കെ ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. സൂറത്തു തൗബ തബൂക്ക് യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ ആ ചരിത്രം മനസ്സിലാക്കാനുള്ള വലിയ റഫറൻസാണ്. സൂറത്തു തൗബയിലെ നിരവധി ആയത്തുകൾ തബൂക്ക് യുദ്ധത്തിൻ്റെ അങ്ങോട്ടുള്ള യാത്രയിൽക്കിടയിലുണ്ടായ സംഭവങ്ങളെക്കുറിച്ച്, തബൂക്ക് യുദ്ധം അതിനുശേഷമുണ്ടായ പല സംഭവങ്ങളെക്കുറിച്ച്, ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവത്തെക്കുറിച്ച്, ഈ കാലത്തെക്കുറിച്ച് അള്ളാഹു വിശേഷിപ്പിച്ചതുപോലും സാഅത്തുൽ ഉസ്ര എന്നാണ്, പ്രയാസത്തിൻ്റെ കാലഘട്ടം. അള്ളാഹു സൂചിപ്പിക്കുന്ന കാണാൻ കഴിയും. സൂറത്തു തൗബയിലെ 117-ാമത്തെ ആയത്തിൽ ലഖദ് താബല്ലാഹു അലൻ നബിയ്യി വൽ മുഹാജിരീൻ വൽ അൻസാർ അല്ലദീന തബഊഹു ഫീ സാഅത്തിൽ ഉസ്ര. ഉസ്രത്തിൻ്റെ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ പിന്തുടർന്ന് പ്രവാചകൻ്റെ കൽപ്പന പിൻപറ്റിക്കൊണ്ട് തബൂക്കിലേക്ക് യാത്ര പോയ, ആ പ്രവാചകനെ പിൻപറ്റിയ അൻസാരികൾ, മുഹാജിറുകൾ, അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആ സമയത്ത് ഇടപെട്ട ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. ലഖദ് താബല്ലാഹ്, അള്ളാഹു അവരുടെ പാപമോചനം സ്വീകരിച്ചിരിക്കുന്നു. മിൻ ബഅദി മാ കാദ യസീഖു ഖുലൂബു ഫരീഖിൻ മിൻഹും, ആ മുസ്ലിങ്ങളിൽ തന്നെ ഒരു വിഭാഗം ആളുകളുടെ ഹൃദയങ്ങളിൽ ചില ചാബല്യങ്ങൾ, ചില വഴിതെറ്റലുകൾ ഒക്കെ ഉണ്ടായതിനു ശേഷം പിന്നീട് അവർ തൗബ ചെയ്യുകയും സുമ്മ താബ അലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്തു. ഇന്നഹു ബിഹിം റഊഫുർ റഹീം, അല്ലാഹു റഊഫാണ്, റഅഫത്തുള്ളവനാണ്, അലിവുള്ളവനാണ്, അടിമകളോട് സൗമ്യമായി ഇടപെടുന്ന റഹീമാണ്, കാരുണ്യവാനാണ്, പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണ് എന്ന ആശയം ഈ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. തബൂക്ക് യുദ്ധ സന്ദർഭം മുനാഫിക്കുകൾ ഉള്ളിൽ കയറിപ്പറ്റുകയും അതുപോലെ തന്നെ മുനാഫിക്കുകൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ഒരുപാട് പ്രശ്നങ്ങൾ മദീനയിൽ എന്നവരുണ്ടാക്കി. ഈ യാത്ര പുറപ്പെടാതിരിക്കാൻ വേണ്ടി അവർ പല തന്ത്രങ്ങളും പറഞ്ഞു. അതിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി അവർ പല മുട്ടാപ്പോക്ക് ന്യായങ്ങളും ഒക്കെ പറഞ്ഞ ഒരു യുദ്ധമായിരുന്നു തബൂക്ക് യുദ്ധം. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന, ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പങ്കെടുത്ത
യുദ്ധത്തെക്കുറിച്ച് പറയണം. ഞാൻ ബദറിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊഴിച്ച് അതുപോലെ തന്നെ തബൂക്കും ഒഴിച്ച് ബാക്കി എല്ലാ യുദ്ധങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഗസ്വത്തു തബൂക്ക് വഹിയ ആഖിറു ഗസ്വത്തിൻ ഗസാഹ. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനമായി ഇറങ്ങി പുറപ്പെട്ട യുദ്ധമാണ്, നയിച്ച യുദ്ധമാണ് ഗസ്വത്തു തബൂക്ക് എന്നും അദ്ദേഹം ആ ഹദീസിൽ പറയുന്നത് കാണാൻ കഴിയും. ഗസ്വത്തു തബൂക്ക് യുദ്ധമുണ്ടാകാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, കുറച്ച് മുമ്പ് കഴിഞ്ഞ മുഅ്ത യുദ്ധത്തിൽ ഷഹീദായ 3 ആളുകളെക്കുറിച്ച് നമുക്കറിയാം. ജാഫർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ അബി റവാഹ, അങ്ങനെ തുടങ്ങി 3 നേതാക്കന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ നേതാക്കന്മാർ ഷഹീദാകുന്നു. പിന്നെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിന് നേതൃത്വം ഏറ്റെടുത്ത് ബാക്കിയുള്ള മുസ്ലിങ്ങൾക്ക് യാതൊരു പോറലും ഏൽക്കാതെ തിരിച്ചു വരുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഇതിനൊരു മുസ്ലിങ്ങൾ അന്ന് പൂർണ്ണമായൊരു വിജയമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മുസ്ലിങ്ങൾ അന്ന് മുസ്ലിങ്ങളുടെ ജീവനും മറ്റു കാര്യങ്ങളൊക്കെ സുരക്ഷിതമായ രൂപത്തിൽ എത്തിക്കുകയും റോമക്കാർ ഭയപ്പെട്ട് തിരിഞ്ഞോടുകയും ചെയ്യുന്നൊരു അവസ്ഥയുണ്ടായെങ്കിലും ആ യുദ്ധത്തിലൊരു വിജയം പരാജയം എന്ന രൂപത്തിൽ ഉണ്ടായിട്ടില്ല. മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിങ്ങളുടെ 3 സേനാനായകന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവർ ഷഹീദായിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം വരുന്ന ഒരു റോമക്കാരുമായിട്ടുള്ള യുദ്ധമാണ് തബൂക്ക്. അപ്പോൾ അതിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. നേരത്തെ മുസ്ലിങ്ങൾക്ക് നേരിട്ട ആ ഒരു തിരിച്ചടി, ആ ഒരു പരാജയം എന്ന രൂപത്തിൽ പറയാവുന്ന ഒരു അവസ്ഥയ്ക്ക് ഒരു തിരിച്ചങ്ങോട്ടൊരു വിജയം മുസ്ലിങ്ങൾക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഹിറക്കൽ രാജാവ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, തബൂക്ക് യുദ്ധമുണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഹിറക്കൽ രാജാവ് മുസ്ലിങ്ങളെ മുച്ചൂടും നശിപ്പിക്കാൻ വേണ്ടി വളരെ വലിയൊരു സൈന്യത്തെ, തൻ്റെ കീഴിലുള്ള ഗസ്സാൻ രാജാക്കന്മാരുടെ സൈന്യത്തെയും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട്, അതുമാത്രമല്ല ഷാമിൽ അന്ന് ജീവിച്ചിരുന്ന, ഷാമിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ചില അറബി ഗോത്രങ്ങളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഹിറക്കൽ രാജാവ് ഒരു വലിയ സൈന്യത്തെ രൂപീകരിക്കാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്കിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ യുദ്ധത്തിനായി പോകുന്നത് എന്ന് സ്വഹാബികൾക്കിടയിൽ വെച്ച് പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരു പ്രഖ്യാപനം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പതിവില്ലാത്തതാണ്. നമ്മൾ മുമ്പും വിശദീകരിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈബർ യുദ്ധത്തിലും അതുപോലെ തന്നെ തബൂക്ക് യുദ്ധത്തിലുമാണ് ആദ്യം തന്നെ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പരസ്യമായി പറഞ്ഞിരുന്നത്. അതിനു മുൻപ് പ്രവാചകൻ യുദ്ധത്തിന് സന്നാഹമൊരുക്കാൻ വേണ്ടി കൽപ്പിക്കുകയും കൃത്യമായ സ്ഥലം നമ്മളെവിടെയാണ് തമ്പടിക്കുന്നത്, കറക്റ്റ് നമ്മളെങ്ങോട്ടാണ് പോകുന്നത് എന്ന് പറയുകയും ചെയ്യുമായിരുന്നില്ല. സൈന്യം പുറപ്പെട്ട് പിന്നെ കുറച്ചങ്ങോട്ട് എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് റസൂലുള്ളാഹി സൈന്യത്തിൻ്റെ അവസ്ഥയും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷമാണ് എങ്ങോട്ടാണ് നമ്മുടെ യാത്ര എന്ന് കൃത്യമായി സ്വഹാബിമാർക്കിടയിൽ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ അതിന് വിരുദ്ധമായി തബൂക്ക് എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നതെന്ന് റസൂലുള്ളാഹി പ്രഖ്യാപിച്ചു. അതിനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പല കാരണങ്ങളുമായിരുന്നു. വളരെ പ്രയാസകരമായൊരു കാലഘട്ടത്തിലാണ് ഇങ്ങനൊരു യാത്ര പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇത്രയധികം ദൂരം യാത്ര ചെയ്യാനുണ്ട്. അതിനനുസരിച്ചുള്ള 1200 കിലോമീറ്ററുകൾ ഷാമിൻ്റെ ആ പ്രദേശത്തിനടുത്തേക്ക് വരെ നമുക്ക് എത്തേണ്ടതുണ്ട്. വളരെ ദിവസത്തെ യാത്ര നമുക്ക് ആവശ്യമുണ്ട്. അതിനുള്ള യാത്രാ സാമഗ്രികളും ഭക്ഷണ വസ്തുക്കളും ഒക്കെ കരുതാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പ്രഖ്യാപിച്ചത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രഖ്യാപനം, റോമക്കാർക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനം, റോമക്കാർ അവരെക്കുറിച്ച് ബൈസന്റൈൻ സാമ്രാജ്യത്തെക്കുറിച്ച് നമുക്കറിയാം. ഇന്ന് നമ്മൾ ലോകത്തിലെ വൻ ശക്തികൾ എന്ന് അമേരിക്കയോ അല്ലെങ്കിൽ റഷ്യയോ ചൈനയോ ഒക്കെ ഇങ്ങനെ പറ്റി പറയുന്നത് പോലെ അന്നത്തെ ലോക രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വൻ ശക്തികളായിരുന്നു, ഒന്ന് പേർഷ്യയും മറ്റൊന്ന് റോമും. ഇവർ തമ്മിലുള്ള യുദ്ധങ്ങൾ പതിവാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെയും റോമക്കാർ പരാജയപ്പെട്ട ഇതിനെക്കുറിച്ച് സൂറത്തു റൂം എന്ന പേരുള്ള അധ്യായം തന്നെയുണ്ടല്ലോ. അപ്പോൾ അന്നത്തെ ഒരു രാഷ്ട്രീയ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ അന്ന് ഒരു റോമൻ സാമ്രാജ്യത്തോട് യുദ്ധം പ്രഖ്യാപിക്കുക എന്നത് വളരെ വലിയ ഒരു ടാസ്ക് തന്നെയായിരുന്നു. റോമൻ സാമ്രാജ്യത്തോട് യുദ്ധം പ്രഖ്യാപിച്ച് അവരെ കീഴടക്കുക എന്നത്, അതുകൊണ്ടാണ് പല മുനാഫിക്കുകളും അതിനെ പരിഹസിക്കുകയും മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ നിങ്ങളൊക്കെ തിരിച്ച് ശവങ്ങളായി തിരിച്ചു വന്നത് തന്നെ, അല്ലെങ്കിൽ ഇനി തിരിച്ചിങ്ങോട്ട് വരാൻ പോകുന്നില്ല എന്ന രൂപത്തിലുള്ള ആശയം വരുന്ന സംസാരമൊക്കെ മുനാഫിക്കുകളുടെ ഇടയിൽ നിന്ന് വന്നത് അതുകൊണ്ടാണ്. നിങ്ങളൊക്കെ നാളെ പിടിച്ചു കെട്ടപ്പെടും, റോമക്കാരൊക്കെ നിങ്ങളെക്കാൾ യുദ്ധവീരന്മാരാണ്, അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയില്ല
ഇപ്പോൾ ഈ അടുത്ത് നടന്നതുപോലെ ബദറും മുഹദും അതുപോലെ ഖുറൈശികളും ഗത്ഫാൻ ഗോത്രക്കാരോടും ഇവരോടുള്ള അറബി ഗോത്രങ്ങളോടൊക്കെ നിങ്ങൾ യുദ്ധം ചെയ്തതല്ലേ നിങ്ങൾക്ക് പരിചയമുള്ളൂ. ഇങ്ങനെ അറബികൾ ഗോത്രങ്ങൾക്കിടയിൽ യുദ്ധം ചെയ്ത് ആ പരിചയവും വെച്ചുകൊണ്ട് നിങ്ങൾ റോമക്കാരുടെ അടുത്തേക്ക് അന്ന് ഈ അറബികൾ റോമക്കാരെ വിശേഷിപ്പിച്ചിരുന്നത് ബനുൽ അസ്ഫർ എന്നായിരുന്നു. നമ്മൾ ബ്രിട്ടീഷുകാരെ വെള്ളക്കാരെന്നൊക്കെ പറയുന്നത് പോലെ അവരുടെ തൊലി നിറം വെച്ചുകൊണ്ട് മഞ്ഞ നിറമുള്ളവർ, ബനുൽ അസ്ഫർ എന്നായിരുന്നു ഈ പറഞ്ഞ ആളുകളെ അവർ വിശേഷിപ്പിച്ചിരുന്നു. അവരെ അടുത്തേക്ക് ചെന്നാൽ മതി, അവർ പാഠം പഠിപ്പിക്കും എന്നൊക്കെയുള്ള വാചകങ്ങൾ മുസ്ലിങ്ങളോട് മുനാഫിക്കുകൾ രഹസ്യമായും പരസ്യമായും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷം നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ഗോത്രങ്ങൾ പിന്നീട് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. മുൻപ് നടന്ന ഏതൊരു യുദ്ധത്തെയും പോലെയല്ല, ഇന്ന് ഒരുപാട് ഗോത്രങ്ങൾ ഇസ്ലാമിലേക്ക് വന്ന കാലഘട്ടമാണ്. അറബികൾ മുഴുവൻ ഇസ്ലാമിൻ്റെ ആ ഒരു കൊടിക്ക് കീഴിൽ അണിനിരുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഗോത്രങ്ങൾ ഈ സൈന്യത്തിൽ അണിചേരാൻ വേണ്ടി ആളുകളെ പറഞ്ഞയച്ചു. ആളുകൾ ഇതിനു വേണ്ടി മുന്നിട്ട് വന്നു. ഗിഫാർ ഗോത്രം, അസ്ലം ഗോത്രം, അഷ്ജ, ജുഹൈന, ബനു കാബ്, ഖുസാ ഗോത്രത്തിൽ ബനു കാബ് എന്നിങ്ങനെ തുടങ്ങി പല ഗോത്രങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനത്തിന് ചെവി കൊടുത്തുകൊണ്ട് അവരിലെ പടയാളികൾ, അവരിലെ ആളുകൾ എല്ലാവിധ സന്നാഹങ്ങളോടൊപ്പം ഈ യുദ്ധത്തിൽ പങ്കുചേർന്നു. ഈ യുദ്ധത്തിൽ പങ്കുചേരുക എന്ന് പറഞ്ഞാൽ, ഒരു ജിഹാദിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരൊറ്റ മനുഷ്യനെ അയാളെ വ്യക്തിപരമായി നോക്കിക്കഴിഞ്ഞാൽ എത്ര വലിയ ബാധ്യത കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് ഏത് യുദ്ധമായിരുന്നാലും, തബൂക്കാകട്ടെ, മുൻപ് നടന്ന ഏത് യുദ്ധമാകട്ടെ, മുസ്ലിങ്ങൾക്ക് അന്ന് ഒരു വ്യവസ്ഥാപിതമായ ഒരു സൈന്യമില്ല. ഒരു സൈന്യം എന്ന് പറയാവുന്ന രൂപത്തിൽ പടയാളികളെന്ന് പറയുന്ന കുറേ ഒരു വിഭാഗം, അങ്ങനെ ഒരു സംഗതി ഇല്ലല്ലോ. ഒരു സൈനിക വകുപ്പില്ലല്ലോ. ഒരാൾ സൈനികനായി ചേർന്നാൽ മതി, അയാൾക്ക് ഇങ്ങനെ ട്രെയിനിങ് കൊടുത്ത് അയാൾക്ക് വേണ്ട ആയുധങ്ങളും വാഹനങ്ങളും ഒക്കെ കൊടുക്കുന്ന ഒരു സംവിധാനമല്ലല്ലോ അന്നുള്ളത്. ഒരാൾ യുദ്ധത്തിന് വന്നാൽ അയാളുടെ വാളും കുന്തവും എന്താണോ ഉപയോഗിക്കുന്നത് അത് അയാൾ തന്നെയാണ് കൊണ്ടുവരുന്നത്. അയാളുടെ സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിൽ നിന്നാണ് അയാൾ കുതിരയെ കൊണ്ടുവരേണ്ടത്, കുതിര ഉണ്ടെങ്കിൽ ഒരു വാഹനം സംഘടിപ്പിക്കേണ്ടത്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അയാളാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇസ്ലാമിൽ പിന്നീട് ഗനീമത്ത് സ്വത്ത് വരുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക്, കുതിരപ്പടയാളികൾക്ക് അവർക്ക് ഇത്ര കൂടുതൽ ഗനീമത്ത് സ്വത്തിൽ നിന്ന് ഓഹരി നിശ്ചയിച്ചിട്ടുള്ളതൊക്കെ അതുകൊണ്ടാണ്. കാലാൾപ്പടയ്ക്ക് ഇത്ര, കുതിരപ്പടയ്ക്ക് ഇത്ര എന്ന് ഓഹരി നിശ്ചയിച്ചതും ഗനീമത്ത് സ്വത്തുക്കൾ മുസ്ലിം പടയാളികൾക്ക് വീതിച്ചു കൊടുത്തിരുന്നതുമൊക്കെ ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ഒരാൾ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ തന്നെ വിശേഷിപ്പിച്ചതുപോലെ സ്വന്തം ജീവനും സ്വന്തം സമ്പത്തും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കലാണ്. സ്വന്തം ജീവൻ മാത്രമല്ല, സമ്പത്ത്, താൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിൽ നിന്നാണ് ഈ വാഹനങ്ങൾ ഉണ്ടാക്കേണ്ടത്, തൻ്റെ പടച്ചട്ട ഉണ്ടാക്കേണ്ടത്. അതല്ലാതെ ഇതൊന്നും ഏതെങ്കിലും ഒരു ഭരണകൂടം കൊടുക്കുന്ന ഒരു സൈനിക വകുപ്പ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നൊരു സംവിധാനമൊന്നും അന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഒരുപാട് വിഷമതകളുണ്ടായി. ഈ പറഞ്ഞതുപോലെ ആളുടെ കയ്യിൽ സമ്പത്തില്ല, പൊതുവേ ഒരു ദാരിദ്ര്യത്തിൻ്റെ കാലഘട്ടമായിരുന്നു എന്ന് നമ്മൾ സൂചിപ്പിച്ചു. പലരുടെ കയ്യിലും സ്വന്തമായി വാഹനങ്ങളില്ല. ഇതൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഈ യുദ്ധത്തിന് സൈന്യം പുറപ്പെടുന്നതിന് മുമ്പ് ഒരുപാട് തവണ പരാതികളായി പ്രവാചകൻ്റെ അടുത്ത് ഇങ്ങനെ എത്തിക്കൊണ്ടേയിരുന്നു. ഞങ്ങൾക്ക് പോകാൻ വാഹനമില്ല, ആയുധമില്ല, സംവിധാനങ്ങളില്ല എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരാതി പറയാം. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? പ്രവാചകൻ്റെ സമ്പത്ത് എത്രയാണുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായി. നമുക്കതിനെക്കുറിച്ച് സൂചിപ്പിക്കാം. ഏതായിരുന്നാലും ഈ പറഞ്ഞ പല ഗോത്രങ്ങളും മുസ്ലിം സൈന്യത്തോടൊപ്പം ചേർന്നു. അവരൊക്കെ ചേർന്ന് ഒരു വലിയ സൈന്യം, ഈ സമയത്ത് മുസ്ലിങ്ങളുടെ ഒരു സൈന്യം, അന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സൈന്യം, 30,000-ഓളം ആളുകൾ വരുന്ന ഒരു സൈന്യം ഇസ്ലാമിക മദീനയിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടി തയ്യാറാവുന്നൊരു സ്ഥിതി ഉണ്ടായി. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് ഈ പറഞ്ഞതുപോലെ പ്രവാചകൻ്റെ ഈ ആഹ്വാനം കേട്ട് വന്ന ആളുകൾ, അതുപോലെ തന്നെ അതിൽ നിന്ന് പിന്തിരിഞ്ഞു നിന്ന ആളുകൾ, മറ്റുള്ളവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച ആളുകൾ, ഇവരെക്കുറിച്ചൊക്കെ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി, നാം നേരത്തെ പറഞ്ഞ സൂറത്തു തൗബ എന്നത് തബൂക്ക് യുദ്ധത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു റഫറൻസാണ്. സൂറത്തു തൗബയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാൻ കഴിയും. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ ഈമാനുള്ളവരെ, മുഅ്മിനീങ്ങളെ, വിശ്വസിച്ചവരെ, മാലക്കും ഇദാ ഖീല ലക്കും ഉൻഫിറു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടണം എന്ന്, യുദ്ധസന്നാഹത്തിനായി നിങ്ങൾ ഇറങ്ങി പുറപ്പെടണം എന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? ഇസ്സാഖൽതും ഇലൽ അർദ്, നിങ്ങൾ അവിടെ തന്നെ ഇരിപ്പുറപ്പിച്ച് അവിടെ തന്നെ ഇരിക്കുന്നത് എഴുന്നേൽക്കാൻ മടിയുള്ളതുപോലെ, അറദീതും ബിൽ ഹയാത്തി ദുനിയ മിനൽ ആഖിറ, നാളെ പരലോകത്തേക്കാൾ
ആ പരലോക ജീവിതത്തിനേക്കാളും അപ്പുറത്ത് ഈ ലോകത്തെ ജീവിതവും ഈ ദുനിയാവിലെ ജീവിതവും അതിലിങ്ങനെ തൃപ്തിപ്പെട്ട് അങ്ങനെ ജീവിക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഫമാ മതാഉൽ ഹയാത്തി ദുനിയ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ. ഈ ദുനിയാവിലെ വിഭവങ്ങൾ കണ്ട് ദുനിയാവിലെ ജീവിതം കണ്ടാണ് നിങ്ങളതിന് മുതിരുന്നതെങ്കിൽ അത് വളരെ കുറച്ചാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇല്ലാ തൻഫിറു യുഅദ്ദിബുക്കും അദാബൻ അലീമൻ വയസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും വലാ തദുറൂഹു ഷൈഅ. ഇനി നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നില്ല എങ്കിൽ, ഇനി നിങ്ങൾക്കിതിന് നിങ്ങളിതിന് ഒരുക്കമല്ല എങ്കിൽ അള്ളാഹുവിൻ്റെ വേദനാജനകമായ ശിക്ഷ തന്നെ നിങ്ങൾക്കുണ്ടാകും. കാരണം ഇസ്ലാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബൈഅത്ത് ചെയ്തപ്പോൾ, മുസ്ലിങ്ങളായി ബൈഅത്ത് ചെയ്തപ്പോൾ ഏത് ഘട്ടത്തിൽ ക്ഷാമകാലത്തും ക്ഷേമകാലത്തും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനകൾ അനുസരിക്കാമെന്ന്, എല്ലാ രംഗത്തും പ്രവാചകൻ്റെ കൽപ്പനകൾ ശിരസാവഹിക്കാമെന്ന് ബൈഅത്ത് ചെയ്ത ആളുകളാണ് മുസ്ലിങ്ങൾ. അതിലിപ്പോൾ സ്വന്തം സമ്പത്തും സ്വന്തം ജീവനും ഒന്നും അവിടെ മുമ്പിൽ പ്രശ്നമല്ല. അൻസാരികളായ ആളുകൾ അഖബ ഉടമ്പടി നടത്തിയപ്പോൾ അവർ നടത്തിയ വാചകങ്ങളൊക്കെ ആ സമയത്ത് നമ്മൾ പരാമർശിച്ചു. സ്വന്തം വീട്ടിലെ സ്വന്തം ഭാര്യമാരേക്കാൾ, മക്കളെക്കാൾ, സ്വന്തം കുടുംബാംഗങ്ങളെക്കാൾ അള്ളാഹുവിൻ്റെ റസൂലിനെ സംരക്ഷിക്കും, ഇസ്ലാമിന് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറാകും എന്നതൊക്കെയാണ് റസൂലിൻ്റെ കൈ പിടിച്ച് അവർ ഉടമ്പടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇനി നിങ്ങളുടെ ഉദ്ദേശം അതാണ് എങ്കിൽ, ഇറങ്ങി പുറപ്പെടാൻ ഒരുക്കമല്ല എങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നാളെ അതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വേദനാജനമായ ശിക്ഷയുണ്ടാകും. വയസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും. ഇനി നിങ്ങൾ ഇറങ്ങി പുറപ്പെടാതിരുന്നത് കൊണ്ട് ഈ പറഞ്ഞതുപോലെ ഇസ്ലാമിന് വേണ്ടി പോരാടാനും ഇസ്ലാമിന് വേണ്ടി ജീവനും സമ്പത്തുമൊക്കെ ത്യജിക്കാനും വേറെ ആരും വരില്ല എന്നൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. ഒരു മനുഷ്യൻ്റെ സാധാരണ ഒരു മനുഷ്യന് വരുന്ന നിരവധി ചിന്തകളെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തോടെ വരച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പല കാര്യങ്ങളിലും നമുക്കും ഇത്തരത്തിലുള്ള ചിന്തകൾ വരാറുണ്ട്. ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളതിലൊരു ഡിമാൻഡ് കാണിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു തോന്നൽ വരുത്, ഞാനില്ലെങ്കിൽ ഇത് നടക്കുന്നത് കാണട്ടെ, ഞാനില്ലെങ്കിൽ ഈ കാര്യം നടക്കുന്നത് കാണട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര കൃത്യമായിട്ടാണ് ഈ മനോഭാവത്തെ തിരുത്തുന്നു. വയസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും. നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങൾ പോയി എന്നേ ഉള്ളൂ, നിങ്ങൾക്കാണ് പോയത്. വയസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പകരം ഒരു സമൂഹത്തെ, ഇതിന് സജ്ജരായ ഒരു സമൂഹത്തെ നിങ്ങൾക്ക് പകരം കൂടെ കൊണ്ടുവരിക തന്നെ ചെയ്യും. വലാ തദുറൂഹു ഷൈഅ. നിങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചതുകൊണ്ട് അള്ളാഹുവിന് എന്തെങ്കിലും ഒരു ചെറിയൊരു ഉപദ്രവം, എന്തെങ്കിലും ഒരു ദോഷം അള്ളാഹുവിന് വരുത്താമെന്ന് നിങ്ങൾ കരുതണ്ട. അള്ളാഹുവിന് ഒന്നും സംഭവിക്കുകയില്ല. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പിന്നെ അവസാനം ഒന്നുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, ഇല്ലാ തൻസുറൂ. ഇനി പ്രവാചകൻ്റെ കൽപ്പന കേട്ട് പ്രവാചകനെ സഹായിക്കാൻ നിങ്ങൾ ഒരുക്കമല്ല എങ്കിൽ ഫഖദ് നസറഹുല്ലാഹ്. അള്ളാഹു അദ്ദേഹത്തെ മുമ്പും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് മനുഷ്യരുടെ, കുറച്ച് ആളുകളുടെ ഒരു സഹായം കൊണ്ടാണ് ഇസ്ലാം നിലനിന്ന് പോകുന്നത്. പ്രവാചകൻ്റെ ജീവൻ ആരാലും കൊല്ലപ്പെടാതെ, ഉപദ്രവിക്കപ്പെടാതെ പ്രവാചകൻ സുരക്ഷിതരായിരിക്കുന്നത് എന്നാണ് നിങ്ങളുടെ ചിന്ത. ഇല്ലാ തൻസുറൂ ഫഖദ് നസറഹുല്ലാഹ്. നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ അള്ളാഹു എത്രയോ തവണ പ്രവാചകനെ സഹായിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പും എത്രയോ സന്ദർഭങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഇദ് അഖ്റജഹു അല്ലദീന കഫറു. മുമ്പ് കാഫിരീങ്ങൾ മക്കയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയ സമയമുണ്ടായിരുന്നു. സാനിയസ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ. അള്ളാഹുവിൻ്റെ പ്രവാചകനും അതുപോലെ തന്നെ രണ്ടാമത്തെയാളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗുഹയിൽ ഒളിച്ചിരുന്ന സൗർ ഗുഹയിലായിരുന്ന സന്ദർഭമുണ്ടായിരുന്നു. ഇദ് യഖൂലു ലി സാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ പേടി കണ്ട്, ലാ തഹ്സൻ, നീ വിഷമിക്കണ്ട, സങ്കടപ്പെടണ്ട, ഇന്നല്ലാഹ മഅന, അള്ളാഹു നമ്മുടെ കൂടെയില്ലേ, കൂടെയുണ്ട് തീർച്ചയായിട്ടും എന്ന് പറഞ്ഞ സന്ദർഭങ്ങളൊക്കെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഫഅൻസലല്ലാഹു സക്കീനതഹു അലൈഹി. അങ്ങനെ അള്ളാഹുവിൻ്റെ സക്കീനത്ത്, സമാധാനം പ്രവാചകൻ്റെ മേൽ ഇറക്കി കൊടുത്തു. വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹ. നിങ്ങൾക്കൊന്നും കാണാൻ കഴിയാത്ത സൈന്യങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ശക്തി പകരുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മുൻപേ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ സഹായിക്കില്ല എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അതിൻ്റെ ഒരു പരിണിത ഫലമായി ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ല. അള്ളാഹുവാണ് സത്യനിഷേധികളുടെ വചനത്തെ, അവരുടെ ശക്തിയെ താഴ്ന്നതാക്കി മാറ്റുന്നത്. വകലിമത്തുല്ലാഹി ഹിയൽ ഉല്യ. അള്ളാഹുവിൻ്റെ വചനമാണ്, കലിമത്താണ്, അള്ളാഹുവാണ് എന്നും ഉയർന്നു നിൽക്കുക. അള്ളാഹുവിൻ്റെ സൈന്യവും അള്ളാഹുവിൻ്റെ ദീനുമാണ് എന്നും ഉന്നതരായിരിക്കുക.
വല്ലാഹു അസീസുൻ ഹക്കീം എന്ന് സൂറത്ത് തൗബയിലെ 40-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ അടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞു ഇൻഫിറു ഖിഫാഫൻ വസിഖാലൻ. ഈ പറഞ്ഞതുപോലെ മുസ്ലിങ്ങളിൽ എല്ലാ മുസ്ലിങ്ങളും അല്ലെങ്കിൽ സ്വഹാബിമാരെല്ലാവരും ഇങ്ങനെ യുദ്ധത്തിന് പുറപ്പെടാൻ വിമുഖരായിരുന്നു എന്നല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ ഒരു പരാമർശിക്കപ്പെടാൻ മാത്രമുള്ള ഒരു സമൂഹം മുസ്ലിങ്ങളിൽ തന്നെയും സ്വഹാബിമാരിൽ തന്നെയും ചെറിയൊരു വിഭാഗത്തിന് നേരത്തെ പറഞ്ഞ ആയത്തിൽ സൂചിപ്പിച്ചതുപോലെ ചെറിയൊരു മനസ്സിലൊരു ഇളക്കം, മുനാഫിക്കുകളുടെ പലരുടെയും വാചകങ്ങൾ കേട്ട് ഭൗതികമായി ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ പറഞ്ഞ ദാരിദ്ര്യത്തിൻ്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ ചൂടും മറ്റുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന, പൈസയില്ലാത്ത, വാഹനങ്ങൾ പോലും ഇല്ലാത്ത, വിളവെടുക്കാൻ സമയമായ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയധികം കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് അന്നത്തെ ലോകത്തിലൊരു വൻ ശക്തിയായ ഹിറക്കിൽ രാജാവിൻ്റെ ബൈസൻറ്റൈൻ സാമ്രാജ്യത്തോട് യുദ്ധം ചെയ്യാൻ പോവുക എന്നത് ചിലർക്കൊക്കെ ഒരല്പം അതിൽ വൈമനസ്യമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയും ഇൻഫിറു ഖിഫാഫൻ വസിഖാലൻ. നിങ്ങൾ ക്ഷാമകാലത്തും ക്ഷേമകാലത്തും നിങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നാലും നിങ്ങൾ ഇറങ്ങി പുറപ്പെടണം, ഈ യുദ്ധത്തിന് ഇറങ്ങണം. വജാഹിദു ബി അംവാലിക്കും വ അൻഫുസിക്കും ഫീ സബീലില്ലാ. നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങളുടെ ജീവൻ കൊണ്ടും നിങ്ങളുടെ സ്വന്തം ദേഹങ്ങൾ കൊണ്ടും നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ പോരാടണം. ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുന്തും തഅലമൂൻ. നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ഇതാണ് ഏറ്റവും നിങ്ങൾക്ക് ഖൈർ. ഇങ്ങനെയുള്ള ആയത്തുകൾ, അതുപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ആഹ്വാനം, ഈ തബൂക്ക് യുദ്ധത്തിലേക്ക് വരാനുള്ള പ്രേരണ, ഇതൊക്കെയും നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഗോത്രങ്ങൾ ഈ യുദ്ധത്തിലേക്ക് വരാനും തബൂക്ക് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടാനും അങ്ങനെ ഒരു 30,000-ഓളം വരുന്ന ആളുകൾ മദീനയിൽ നിന്ന് പുറപ്പെടാൻ പറ്റുന്ന രൂപത്തിലുള്ള വലിയ സൈന്യമായി മാറാനും ഈ ഒരു കൽപ്പന കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ പ്രേരണ കൊണ്ടൊക്കെ സാധിച്ചു. ഈയൊരു വിശുദ്ധ ഖുർആൻ്റെ ഈ ഒരു പരാമർശത്തിൽ നിന്ന് നമുക്കും ചില പാഠങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ദീനി രംഗത്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അന്ന് ഇതുപോലുള്ള പോരാട്ടങ്ങൾ, യുദ്ധങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു എന്നത് അവർക്ക് ലഭിച്ച വലിയൊരു അവസരമായിരുന്നു. അതിൽ ഷഹീദാവുക എന്നത്, ഷഹീദിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. എന്നാൽ ഇന്നും പലപ്പോഴും ആളുകൾ എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നന്മകളിൽ ഭാഗഭാക്കാകുക എന്നത് എല്ലാവർക്കും കഴിയുന്ന കാര്യമാണ്. ഇന്നും ഒരു അത്യാവശ്യം പൈസ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ദാവാ പ്രവർത്തനങ്ങൾക്ക്, നന്മയുടെ പ്രവർത്തനങ്ങൾക്ക്, ഇന്നത്തെ ജിഹാദിന് പൈസ കൊണ്ട് സഹായിക്കാൻ എല്ലാവർക്കും കഴിയും. പക്ഷേ സ്വന്തം ശരീരം കൊണ്ട് സഹായിക്കാൻ, സ്വന്തം സമയം അതിനുവേണ്ടി മാറ്റിവെക്കാൻ, സ്വന്തം കുറച്ച് തൻ്റെ ആരോഗ്യത്തിൽ നിന്നൊരു നിശ്ചിത അളവ് അതിനുവേണ്ടി മാറ്റിവെക്കാൻ അത് വളരെ കുറച്ച് ആളുകൾക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ്റെ പരാമർശം നമുക്ക് എല്ലാവർക്കും, ഇത് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഒക്കെ വലിയൊരു പാഠമാണ്. വജാഹിദു ബി അംവാലിക്കും വ അൻഫുസിക്കും. നിങ്ങളുടെ സമ്പത്ത് മാത്രം കൊണ്ട് നിങ്ങൾ ജിഹാദ് ചെയ്യുക എന്നല്ല, നിങ്ങളുടെ അൻഫുസ്, നിങ്ങളുടെ സ്വന്തം ശരീരങ്ങൾ, അതിൻ്റെ ഒരു സംഭാവന ദീനി രംഗത്ത് ഉണ്ടാകേണ്ടത്. ചിലപ്പോൾ സ്വന്തം ജീവൻ തന്നെ ഈ രംഗത്ത് അള്ളാഹുവിന് വേണ്ടി നമുക്ക് പണയപ്പെടുത്തേണ്ടി വന്നേക്കാം. അപ്പോൾ ഇത്ര വലിയൊരു സൈന്യം, ഇത്ര വലിയ ആളുകൾ ഒരുമിച്ച് കൂടിയപ്പോൾ നാം നേരത്തെ പറയുന്നത് പോലെയുള്ള പ്രശ്നമുണ്ടായി. ഇത്ര വലിയൊരു സൈന്യത്തിന് ഇത്രയധികം താല്പര്യപൂർവ്വം ഒരുപാട് ആളുകൾ വന്നു. ഇവരൊക്കെയും കൊണ്ടുപോകാനുള്ള സജ്ജീകരണങ്ങൾ മുസ്ലിങ്ങളുടെ കയ്യിലില്ല. വാഹനങ്ങളില്ല, ആയുധങ്ങളില്ല, അങ്ങനെ മറ്റു പല കാര്യങ്ങൾക്കും അന്ന് വകുപ്പുകളില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരോട് ഈ രംഗത്തേക്ക് വേണ്ടി സാമ്പത്തികമായി പരമാവധി ചെലവഴിക്കാൻ കഴിയുന്നവർ ചെലവഴിക്കണം എന്ന് കൽപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് പറഞ്ഞ ആ പ്രഖ്യാപനം നമുക്ക് കാണാൻ കഴിയും. മൻ ജഹസ ജയ്ഷൽ ഉസ്റ ഫലഹുൽ ജന്ന. ആരാണോ ഈ ഉസ്റത്തിൻ്റെ സൈന്യത്തിനെ ഒരുക്കുന്നത്, അതിൻ്റെ തയ്യാറെടുപ്പുകൾക്ക് വേണ്ടി ഏത് രൂപത്തിലുള്ള സംഭാവനയും അർപ്പിക്കുന്നത്, അവന് സ്വർഗമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് കേട്ടിട്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലമുതിർന്ന സ്വഹാബിമാർ അടക്കമുള്ള ആളുകൾ അവരുടെ വീട് മുഴുവൻ അരിച്ചുപറക്കി തങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നതൊക്കെ കൊടുത്തത്. ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അന്ന് തൻ്റെ സംഭാവനകളുമായി വരുന്നത് ഇസ്ലാമിൽ തന്നെ ഒന്നാമനും രണ്ടാമനും എന്നറിയപ്പെടുന്ന അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമ ഇവരായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കറിനോട് മത്സരിക്കാൻ ശ്രമിക്കുന്ന ആ സംഭവം ഉണ്ടാകുന്നത്. അത് തബൂക്ക് യുദ്ധത്തിൻ്റെ ആ സന്ദർഭത്തിലാണ്. ആ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാചകങ്ങൾ തന്നെ, അദ്ദേഹം തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ നമുക്കത് വായിച്ചെടുക്കാം. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി മുസ്നദിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സംഭവം ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൻ അൻ നതസദ്ദഖ്. ഈ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം ഞങ്ങളോട്
ഈ യുദ്ധത്തിന് വേണ്ടി ചിലവഴിക്കാൻ, സ്വതക്ക നൽകാൻ, നമ്മുടെ സാമ്പത്തികമായി സംഭാവനകൾ അർപ്പിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടു. ഫവാഫഖ ദാലിക മാലൻ ഇൻദി. അപ്പോൾ അന്ന് പ്രവാചകൻ എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് സമ്പത്ത്, ഏതോ ഒരു വകുപ്പിൽപ്പെട്ട സമ്പത്ത് എൻ്റെ അടുക്കൽ ഉണ്ട്. അപ്പം ഞാൻ അന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞു, അന്ന് എൻ്റെ ഫസ്റ്റ് വന്ന എൻ്റെ ചിന്ത, അൽ യൗം അസ്ബിഖു അബാബക്രിൻ ഇൻ സബഖ്തുഹു യൗമൻ. ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് അബൂബക്കറിനെ തോൽപ്പിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ ഇന്ന് ഈ പറഞ്ഞ എൻ്റെ കയ്യിലുള്ള സമ്പത്ത് കൊണ്ട് കൊടുത്ത് ഞാൻ ഇന്ന് അബൂബക്കറിനെ മുൻകടക്കും, തോൽപ്പിക്കും. അങ്ങനെ ഞാൻ എൻ്റെ സമ്പത്ത് മുഴുവൻ എടുത്തു. ഫജിഅ്തു ബി നിസ്ഫി മാലി. ഞാൻ എൻ്റെ സമ്പത്തിനെ പകുതിയാക്കി, നിസ്ഫാക്കി, അത് പകുതി മുഴുവൻ ഞാൻ എടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ അബ്ഖൈത ലി അഹ്ലിക്. ഉമർ, എന്താണ് നിൻ്റെ കുടുംബത്തിന് ബാക്കിയുള്ളത്? ഇത്ര വലിയൊരു സമ്പത്ത് സാധാരണഗതിയിൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ അത്ര വലിയ സമ്പത്തില്ല, സ്വാഭാവികമായി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്, ആ സമയത്ത് എൻ്റെ അടുക്കൽ ഏതോ ഒരു വകുപ്പിൽ കുറച്ച് സമ്പത്ത് ഉണ്ടായിരുന്നു. ആ സമയത്ത് സാധാരണഗതിയിൽ ഉണ്ടാകാത്ത കുറച്ചധികം സമ്പത്തുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതിയാക്കി, അതൊരു വലിയ സമ്പത്തുണ്ട്. റസൂലുള്ളാഹി കണ്ടപ്പോൾ ചോദിച്ചു, മാ ബഖൈത ലി അഹ്ലിക്, ഇനി എന്താ നിൻ്റെ കുടുംബത്തിന് വീട്ടു ചിലവിന് എന്താ ബാക്കിയുള്ളത്? അപ്പോൾ ഞാൻ പറഞ്ഞു, മിസ്ലഹു, ഇതുപോലുള്ളൊരു മറ്റൊരു പകുതി എന്നുണ്ട് എൻ്റെ വീട്ടിൽ ബാക്കിയുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വഅത അബൂബക്രിൻ ബികുല്ലി മാ ഇൻദ. അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് അടുക്കലുള്ളത് ഇങ്ങനെ സമ്പത്ത് കൊണ്ടുവരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, മാ അബ്ഖൈത ലി അഹ്ലിക്. അബൂബക്കർ, എന്താണ് നിൻ്റെ കുടുംബത്തിന് വേണ്ടി ബാക്കിയുള്ളത്? നിൻ്റെ വീട്ടു ചെലവിന് എന്താണ് ബാക്കിയുള്ളത് അബൂബക്കർ? അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അബ്ഖൈതു ലഹുമുല്ലാഹ വറസൂല. ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ശേഷിപ്പിച്ചിട്ടുള്ളത്, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ബാക്കിയാക്കിയിട്ടുള്ളത് അള്ളാഹുവിനെയും റസൂലിനെയുമാണ്. എൻ്റെ വീട്ടിൽ അള്ളാഹുവും റസൂലും അവരുടെ കൽപ്പന അനുസരിക്കുക എന്നതല്ലാതെ, അവർ എൻ്റെ കുടുംബത്തിനുണ്ട് എന്നതല്ലാതെ എൻ്റെ വീട്ടിൽ സമ്പത്തായി ഒന്നും ബാക്കിയില്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ലാ ഉസാബിഖുക ഇലാ ഷൈഇൻ അബദ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നോക്കിയിട്ടാണ് ഉമർ റളിയല്ലാഹു ഈ വാചകങ്ങൾ പറയുന്നത്. അബൂബക്കർ, നിങ്ങളോട് മത്സരിക്കാൻ കഴിയില്ല. ലാ ഉസാബിഖുക ഇലാ ഷൈഇൻ അബദ, ഇനി ഒരിക്കലും ഞാൻ നിങ്ങളോട് മത്സരിക്കില്ല അബൂബക്കർ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇമാം അബൂ ദാവൂദ്, ഇമാം തിർമിദിയും ഒക്കെ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈന്യത്തെ ഒരുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരാളാണ് ഇസ്ലാമിലെ തന്നെ മൂന്നാമനും നമുക്ക് എണ്ണാൻ കഴിയുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. പറഞ്ഞ ആദ്യത്തെ രണ്ടാളുകളുടെ സംഭവം നമ്മൾ സൂചിപ്പിച്ചു. ഇസ്ലാമിൻ്റെ അന്ന് മുൻനിരയിൽ നിന്ന ആളുകൾ, അന്നും സ്വഹാബികൾക്കിടയിൽ പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ വലിയ സ്ഥാനവും പദവിയും ഒക്കെ അറിയപ്പെട്ട സ്വഹാബിമാരുള്ള ഇവരൊക്കെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതകാലത്ത് തന്നെ മറ്റുള്ള സ്വഹാബിമാർക്കൊക്കെ അറിയാമായിരുന്നു അബൂബക്കറിൻ്റെ സ്ഥാനം, ഉമറിൻ്റെ സ്ഥാനം, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ സ്ഥാനം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദറിൻ്റെ കാലഘട്ടത്തിൽ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകളെ കല്യാണം കഴിച്ച, പിന്നെ വീണ്ടും 2 പെൺമക്കളെ കല്യാണം കഴിച്ചയാളാണ്, പ്രവാചകൻ്റെ മരുമകനാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തുള്ള ഇസ്ലാമിലെ തന്നെ ഏറ്റവും അതിശ്രേഷ്ഠരായ പ്രധാനപ്പെട്ട 3 ആളുകളാണ് ഈ വരുന്നത്. ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് ഈ പറഞ്ഞ തബൂക്ക് യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ അതിൻ്റെ ചെലവ് ഏറ്റെടുത്തത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തെ നമുക്ക് കാണാം, ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അന്ന് ജാഅ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി അൽഫി ദീനാരിൻ ഫി തൗബി. തൻ്റെ ഒരു വസ്ത്രത്തിൽ, ഒരു പുതപ്പിൽ 1000 ദീനാർ, 1000 ദീനാർ, 1000 സ്വർണ്ണ നാണയങ്ങൾ. അത് അന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം നോക്കിയാലും അതൊരു ഭീമമായ സംഖ്യയാണ്. എന്നുവെച്ചാൽ തബൂക്ക് യുദ്ധത്തിൽ പുറപ്പെടുന്ന ഈ 30,000-ഓളം വരുന്ന സൈന്യത്തെ മൊത്തം അതിൻ്റെ ചിലവ് എന്ന് പറയാൻ കഴിയുന്ന രൂപത്തിൽ, അപ്പം മൊത്തത്തിൻ്റെ ചിലവ് അത്രയല്ല, അതിനേക്കാൾ എത്രയോ ആണ്. പക്ഷേ അങ്ങനെ പറയാൻ കഴിയുന്ന രൂപത്തിൽ അതിൻ്റെ സിംഹഭാഗവും ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു സമ്പത്താണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന് വെച്ചാൽ 1000 സ്വർണ്ണ നാണയങ്ങൾ. ഒരു സ്വർണ്ണ നാണയം എത്ര ഉണ്ടെന്ന് നമുക്കറിയാം, അതിൻ്റെ വില ഇന്ന് പോലും എത്ര മൂല്യമുണ്ട് നമുക്കറിയാം. 1000 സ്വർണ്ണ ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയം, ദിർഹം എന്ന് പറഞ്ഞാൽ വെള്ളി നാണയം, അതിൽ 1000 ദീനാറാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കൊണ്ടുവന്നത്. അദ്ദേഹം ഒരു പുതപ്പിൽ അതിങ്ങനെ കൊണ്ടുവന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കുകയായിരുന്നു. റസൂലിൻ്റെ മടിത്തട്ടിലേക്ക് ഉസ്മാൻ റളിയല്ലാഹു ഈ 1000 സ്വർണ്ണ നാണയങ്ങൾ ഇട്ടു. 1000 സ്വർണ്ണ നാണയങ്ങൾ തൻ്റെ മടിത്തട്ടിലിട്ട ആ 1000 സ്വർണ്ണ നാണയങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൈകളിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇങ്ങനെ അതിങ്ങനെ കൈകളിൽ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിങ്ങനെ നോക്കി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ദർറ ഇബ്നു അഫ്ഫാന മാ അമില ബഅദൽ യൗം.
ഇന്നത്തെ ദിവസത്തിന് ശേഷം ഇബ്നു അഫ്ഫാൻ ഉസ്മാൻ ഇനി എന്തു ചെയ്താലും ഉസ്മാൻ ഉപദ്രവകരമാകില്ല. അഥവാ ഉസ്മാൻ്റെ എല്ലാ പാപങ്ങളും പരിഹരിക്കാൻ ഉതകുന്ന അത്ര വലിയൊരു ധർമ്മമാണ്, ഒരു കാര്യമാണ് ഉസ്മാൻ ചെയ്തിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി പറയുകയും അതിങ്ങനെ പ്രവാചകൻ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. അത്ര വലിയ ഒരു ത്യാഗമായിരുന്നു തൻ്റെ സമ്പത്തിൽ നിന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചെയ്തത്. അബൂ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന താബിഈ പണ്ഡിതൻ, അദ്ദേഹം പിൽക്കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനു ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യകാലഘട്ടം അത് ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. മദീനയിൽ കലാപകാരികൾ മുഴുവൻ വളഞ്ഞ് മദീനയിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തുന്ന അവസ്ഥ വരെ ഉണ്ടായതാണ് ആ കാലഘട്ടം. ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് പള്ളിയിൽ പോകാനോ ഒന്നിനും വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങാൻ കഴിയാതെ ഉസ്മാൻ റളിയല്ലാഹു വീട്ടു തടങ്കലിലാക്കി ഇരിക്കുന്ന ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജനങ്ങളോട് വിളിച്ചു പറഞ്ഞ ഒരു സന്ദർഭം അബൂ അബ്ദുറഹ്മാൻ എന്ന താബിഈ പണ്ഡിതൻ ഉദ്ധരിക്കുന്നത്. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ മുഅല്ലഖായി സനദില്ലാതെ ആ ഹദീസ് എടുത്തു കൊടുത്തിട്ടുണ്ട്, ഈ സംഭവം എടുത്തു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ജനങ്ങളിങ്ങനെ വീടിന് പുറത്ത് നിൽക്കുമ്പോൾ അവരുടെ ഒക്കെ നോക്കി ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ, അദ്ദേഹം പ്രവാചകൻ്റെ കാലത്തും ഇസ്ലാമിന് വേണ്ടി നിർവഹിച്ച സേവനങ്ങൾ, അൻഷുദുക്കുമുല്ലാഹ്, അള്ളാഹുവിൻ്റെ പേരിൽ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും, ഞാൻ പറയട്ടെ, അള്ളാഹുവിൻ്റെ പേരിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളോട് ചോദിക്കുന്നു, അലസ്തും തഅലമൂന അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾക്കറിയില്ലേ? എങ്ങനെ പറഞ്ഞത്? മൻ ഹഫറ റൂമത ഫലഹുൽ ജന്ന, റൂമ കിണർ അതാര് കുഴിച്ചുവോ അതിൻ്റെ ചിലവാര് ഏറ്റെടുത്തുവോ അവന് സ്വർഗമുണ്ട് എന്ന് റസൂൽ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾക്ക് അറിയില്ലേ? ഫഹഫർതുഹ, അത് ഞാനാണ് കുഴിച്ചത് എന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അപ്പോൾ ആളുകൾ പറഞ്ഞു, അതെ, നിങ്ങളാണത് കുഴിച്ചത്, അത്ര വലിയ സേവനം നിങ്ങളാണ് ചെയ്തത്. അലസ്തും തഅലമൂന അന്നഹു ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രഖ്യാപിച്ചു നിങ്ങൾ കേട്ടിട്ടില്ലേ? എങ്ങനെ പ്രഖ്യാപിച്ചത്? മൻ ജഹസ ജയ്ഷൽ ഉസ്ര ഫലഹുൽ ജന്ന, ജയ്ഷുൽ ഉസ്ര, ആ പ്രയാസത്തിൻ്റെ സൈന്യത്തെ ഒരുക്കുന്നവന് സ്വർഗമുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഫജഹസ്തുഹും, ഞാനാണ് അതിനെ ഒരുക്കാൻ വേണ്ടി അത്ര വലിയ സമ്പത്ത് എൻ്റെ സ്വന്തം അധ്വാനിച്ച് ഞാൻ വീർപ്പൊഴുക്കി ഉണ്ടാക്കിയ സമ്പത്ത് ചിലവഴിച്ചത് എന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അവിടെ കൂടിയുന്ന ജനങ്ങളൊക്കെ പറഞ്ഞു, അതെ, നിങ്ങൾ തന്നെയാണ് എന്ന് അന്ന് സമ്മതിച്ച ആ സംഭവം പിൽക്കാലത്ത് ഉദ്ധരിച്ചത് നമുക്ക് കാണാൻ കഴിയും. അത്ര വലിയ ഒരു സേവനം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചെയ്തു എന്നാണ്. അതുമാത്രമല്ല, സ്വഹാബികളിലെ സമ്പന്നരായിരുന്ന ആളുകളൊക്കെയും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം സ്വഹാബികളിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരിൽപ്പെട്ട ഒരാളാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം പ്രവാചകൻ്റെ ഭാര്യമാരുടെ ചെലവുകൾക്ക് അന്ന് ബൈത്തുൽ മാലിൽ നിന്നൊരു സിസ്റ്റം ഇല്ലാതിരുന്നപ്പോൾ, ആ കാലത്ത് പ്രവാചകൻ്റെ വീട്ടു ചെലവുകൾ പ്രവാചകൻ ജീവിച്ചിരുന്നപ്പോൾ പോലെ തന്നെ ദാരിദ്ര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് കണ്ടറിഞ്ഞ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് സ്വന്തം സമ്പത്തിൽ നിന്ന് ചെലവ് കൊടുത്തയാളാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. അദ്ദേഹം വലിയ സമ്പന്നനാണ്. അദ്ദേഹം 8000 ദിർഹം ഈ പറഞ്ഞ തബൂക്ക് ഇതിനോട് ചെയ്തു. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ ഈ ദിർഹം ദീനാർ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയത്. അദ്ദേഹം വലിയ സമ്പന്നനായ അദ്ദേഹം ചെയ്തത് 8000 ദിർഹമാണ്. പക്ഷേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഈ യുദ്ധത്തെ തന്നെ ഒരുക്കിയ, ജയ്ഷുൽ ഉസ്രയെ ഒരുക്കിയ ആളെന്ന് അറിയപ്പെടാൻ മാത്രമുള്ള ഒരു സൈന്യത്തെ മുഴുവൻ ഒരുക്കിയതിൻ്റെ ഒരു ക്രെഡിറ്റ് പറയാൻ മാത്രം അദ്ദേഹത്തിൻ്റെ പേര് പറയാനുള്ള കാരണം, ഇത് 8000 ദിർഹമാണെങ്കിൽ അത് 1000 ദീനാറാണ്, ഇത് വെള്ളി നാണയമാണെങ്കിൽ അത് സ്വർണ്ണ നാണയങ്ങളാണ്. അതുപോലെ തന്നെ നിരവധി, അത് കുറച്ച് കാണുകയല്ല, പക്ഷേ ആ ഒരു വ്യത്യാസം സൂചിപ്പിച്ചു എന്ന് മാത്രം. അങ്ങനെ സ്വഹാബികളിലെ സമ്പന്നരായ ആളുകൾ അതിനുവേണ്ടി സ്വതക്ക ചെയ്തു. അതുപോലെ തന്നെ ദരിദ്രരായ ആളുകൾ പോലും അതിനുവേണ്ടി ചെയ്യാൻ കഴിയുന്നൊക്കെ ചെയ്തു. സ്ത്രീകളും പുരുഷന്മാരും ആ സൈന്യത്തിന് വേണ്ടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൽപ്പനയ്ക്ക് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി അവരുടെ അടുക്കലുള്ളതൊക്കെ പ്രവാചകൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ഇങ്ങനെ സ്വതക്ക ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ അബൂ അഖീൽ എന്ന സ്വഹാബി, അദ്ദേഹം ഒരു നിസ്ഫു സ്വാ, അര സ്വാ ധാന്യം ഈ പറഞ്ഞ സൈന്യത്തിന് വേണ്ടി കൊടുത്തു. മറ്റു ചില ആളുകൾ അതിനേക്കാൾ കൂടുതൽ കൊടുത്തവരുണ്ട്, കുറവ് കൊടുത്തവരുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ചില മുനാഫിക്കുകൾ പറഞ്ഞു, ഇന്നല്ലാഹ ലഗനിയ്യുൻ അൻ സദഖതി ഹാദ. ഈ അബൂ അഖീൽ അതുപോലെ പല സ്വഹാബിമാർ, അവർക്ക് നിസ്ഫു സ്വാ, വളരെ കുറഞ്ഞ ധാന്യം, ഒരു 4-5 കിലോ ധാന്യം, അതാണ് അദ്ദേഹം സ്വതക്ക, അദ്ദേഹത്തിൻ്റെ അടുക്കൽ അതാണ് ഉള്ളത്. അപ്പോൾ ചില മുനാഫിക്കുകൾ പറഞ്ഞു, ഈ പടച്ചോനിപ്പോൾ ഇവൻ്റെ ഈ ഒരു 5 കിലോ ധാന്യം കിട്ടിയിട്ട് അത് മതിയോ? അള്ളാഹു ഇവൻ്റെ സ്വതക്കയേക്കാൾ അള്ളാഹു എത്രയോ ഗനിയാണ്. മുനാഫിക്കാണ് ഈ പറയുന്നത്. വമാ ഫഅല ഹാദാ ഇല്ല റിയാഅൻ, ഇതൊക്കെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്, മറ്റുള്ളവരെ കാണിക്കാനും
ആളുകൾ ഇങ്ങനെ വലിയ ധർമ്മിഷ്ഠനാണ്, ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്ന ആളാണ് എന്നൊക്കെ അറിയാനും വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്തത് എന്ന് ഒരു മുനാഫിക്ക് ഇങ്ങനെ ഒരു കമൻറ്റ് പറഞ്ഞു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ സംഭവം ഉദ്ധരിച്ച് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറഞ്ഞ ഒരുപാട് നിസ്സാരമായ ചില വാചകങ്ങൾക്ക് പോലും ഈ സന്ദർഭത്തിൽ പലതിനും വിശുദ്ധ ഖുർആനിലൂടെ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറഞ്ഞു. അല്ലദീന യൽമിസൂനൽ മുത്തവ്വിഈന മിനൽ മുഅ്മിനീന ഫിസ് സദഖാത്ത്, സ്വതക്ക നൽകുന്ന മുത്തവ്വിഈങ്ങളായ അതിനുവേണ്ടി സന്നദ്ധരായി തങ്ങളുടെ സമ്പത്തിൽ നിന്ന് കൊടുത്തു കൊടുക്കുന്ന ആളുകളെപ്പറ്റി ഇങ്ങനെ പലതും ഇല്ലാത്തത് പറയുകയും അവരെക്കുറിച്ച് ആക്ഷേപിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്ന ആളുകൾ എന്ന് തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അല്പം ദീർഘമായത് അതിൻ്റെ അവസാനം അല്ലാഹു പറയുന്നത് ഫയസ്ഖറൂന മിൻഹും സഖിറല്ലാഹു മിൻഹും വലഹും അദാബുൻ അലീം. അവരിവരെ പറ്റി കളിയാക്കുന്നു, പക്ഷേ അള്ളാഹു അവരെ പറ്റി കളിയാക്കും. സഖിറല്ലാഹു മിൻഹും, അള്ളാഹു അവരെ പരിഹസിച്ചിട്ടുണ്ട്, അവരെ പരിഹസിക്കുന്നൊരു സ്ഥിതി നാളെ അവർക്കുണ്ടാകും. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് സൂറത്ത് തൗബയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത് കാണാൻ കഴിയും. ഈ യുദ്ധ സന്നാഹങ്ങൾ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. സ്വഹാബികളിൽപ്പെട്ട ഫുഖറാക്കളായ കുറേ ആളുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്രശ്നം, അവർക്ക് പോകാൻ വാഹനങ്ങളില്ല, ഒട്ടകങ്ങളോ കുതിരകളോ അവർക്ക് പോകാനില്ല. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്ന ഫുഖറാക്കളായ ആളുകൾ, പ്രധാനപ്പെട്ട 7 ആളുകൾ, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് എടുത്തു പറഞ്ഞ 7 ആളുകൾ, അവരുടെ പേര് പരാമർശമൊന്നുമല്ല, അവരെക്കുറിച്ച് പറഞ്ഞ 7 ആളുകൾ വന്നിട്ടുണ്ട്. അതിൽ സാലിം ഇബ്നു ഉമൈർ, അതുപോലെ തന്നെ ഉൽബത്ത് ഇബ്നു സെയ്ദ്, അബ്ദുല്ലാഹി ഇബ്നുൽ മുഗഫൽ, ഇർബാദ് ഇബ്നു സാരിയ എന്നിങ്ങനെയൊക്കെയുള്ള 7 ആളുകൾ അന്ന് വളരെ പ്രയാസത്തിലുള്ള ദരിദ്രരായ സ്വഹാബിമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നിൽക്കാൻ അവർക്ക് ഒരു താല്പര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് നന്മകളിൽ ഏർപ്പെടാനും അതുപോലെ തന്നെ ഏത് പ്രവർത്തനങ്ങളിലും ദീനീ പ്രവർത്തനങ്ങളും ദാവാ പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടാൻ നമുക്ക് അതിയായ ആഗ്രഹമുണ്ടാവുകയും നമുക്ക് മറ്റുള്ള സൗകര്യങ്ങളില്ലാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ദീനിനോടും അതുപോലെ തന്നെ നമുക്ക് നാളെ പരലോകത്തിൽ നമ്മുടെ കർമ്മരേഖയിൽ നമ്മുടെ നന്മയുടെ തുലാസിൽ വേണ്ട നന്മകളെ ഉറപ്പാക്കുന്നതിലുമൊക്കെ എത്രമാത്രം നമ്മൾ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കണം എന്നുകൂടി നമുക്ക് വലിയൊരു പാഠം നൽകുന്ന സംഭവമാണത്. ഈ 7 ആളുകൾ അത്രമാത്രം വലിയ ആഗ്രഹത്തോടെയാണ് വന്നത്. ഇവരുടെ പ്രശ്നം ഇവർക്ക് വാഹനമില്ല എന്നതാണ്, ഇവർക്ക് പോകാൻ വകുപ്പില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അവർ വന്നു. പ്രവാചകൻ പറഞ്ഞു, ലാ അജിദു മാ അഹ്മിലുക്കും അലൈഹി, എനിക്കിപ്പോൾ നിങ്ങളുടെ അടുത്ത് തരാനൊന്നുമില്ല, നിങ്ങൾക്കൊരു വാഹനം സൗകര്യം ഏർപ്പെടുത്തി തരാൻ എൻ്റെ അടുത്ത് ഒന്നുമില്ല. അവർ അന്ന് കരഞ്ഞുകൊണ്ടാണ് തിരിച്ചു പോയത് 7 ആളുകൾ. അന്ന് അവർ കരഞ്ഞുകൊണ്ട് തിരിച്ചുപോയി. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയിലെ 91-92 വചനങ്ങൾ ഈ പറഞ്ഞ സംഭവത്തെക്കുറിച്ചാണ്. അള്ളാഹു അവരുടെ കരച്ചിലിന് പോലും എടുത്തു പറഞ്ഞു എന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു ലൈസ അലൽ ദുആഫാഇ, ദുആഫാക്കളായ ആളുകൾ, ദുർബല ആരോഗ്യ ബുദ്ധിമുട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ളവർക്ക് പ്രശ്നമില്ല. വല അലൽ മർള, രോഗികൾക്ക് പ്രശ്നമില്ല. വല അലല്ലദീന ലാ യജിദൂന മാ യുൻഫിഖൂൻ, ചെലവഴിക്കാൻ ഒന്നുമില്ല ദരിദ്രന്മാരായ ആളുകൾ, അവർക്കും ഈ പറഞ്ഞതുപോലെ ഈ അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പ്രശ്നമില്ല. കാരണം അവർക്ക് ന്യായമായ ഒഴിവ് കഴിവുകളുണ്ട്. അവർക്ക് ലൈസ അലൽ ദുആഫാഇ എന്ന് പറഞ്ഞ അല്ലാഹു ഹറജുൻ, അവർക്കൊരു ഹറജുമില്ല, അവർക്കൊരു പ്രശ്നവുമില്ല, കുറ്റവുമില്ല. ഇതാണ് സഹൂലില്ലാഹി വറസൂലെ, അള്ളാഹുവിനോടും റസൂലിനോടും അവർക്ക് നസീഹത്തുണ്ട് എങ്കിൽ, ഗുണകാംക്ഷാപൂർവമാണ് അവരുടെ ഈ നടപടി എങ്കിൽ അവർക്ക് ഒരു ഹറജുമില്ല, ഒരു കുറ്റവുമില്ല. മാ അലൽ മുഹ്സിനീന മിൻ സബീൽ, അവരുടെ മേൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അവർക്ക് വഴികളൊന്നുമില്ല. വല്ലാഹു ഗഫൂറുർ റഹീം. വലാ അലല്ലദീന ഇദാ മാ അതൗക ലിതഹ്മിലഹും, വാഹനം സൗകര്യം ചോദിച്ചുകൊണ്ട് പ്രവാചകരെ നിൻ്റെ അടുത്തേക്ക് വന്ന ആ ആളുകൾ, അവരുടെ മേലും കുറ്റമില്ല. ഖുൽത ലാ അജിദു മാ അഹ്മിലുക്കും അലൈ, എൻ്റെ അടുത്ത് നിങ്ങൾക്ക് വാഹനമായി തരാൻ ഒന്നുമില്ല എന്ന് നിങ്ങൾ അവരോട് തിരിച്ചു പറയുകയും ചെയ്തല്ലോ പ്രവാചകരെ. അങ്ങനെയുള്ള ആളുകൾ തവല്ലൗ അഅയുനുഹും തഫീദു മിനദ്ദം, കരഞ്ഞുകൊണ്ട് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് നിൻ്റെ അടുക്കിൽ നിന്ന് തിരിച്ചുപോയ ആ ആളുകളുണ്ടല്ലോ, ഹസനൻ, വിഷമം കൊണ്ട്, അല്ലാ യജിദു മാ യുൻഫിഖൂൻ, ഒന്നും പടച്ചവരുടെ മാർഗത്തിൽ കൊടുക്കാനില്ലല്ലോ, സമ്പത്തൊന്നും ചെലവഴിക്കാനില്ലല്ലോ, ഒരു വാഹനം പോലും എടുക്കാനില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് തിരിച്ചു അവരുടെ മേലും ഒരു കുറ്റവുമില്ല, പ്രയാസവുമില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവതരിപ്പിച്ചു.
നമുക്കും ഏതെങ്കിലും ഒരു നന്മയിൽ ഭാഗമാകാൻ ഒന്നുമില്ലെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള അത്യധികമായ അതിനോടുള്ള നസീഹത്ത്, അള്ളാഹുവിൻ്റെ റസൂലിനോടും നമുക്കുള്ള പ്രതിബദ്ധത, നമ്മൾ എത്രമാത്രം ഗുണകാംക്ഷ കാണിക്കുന്നു എന്നുള്ളത് അള്ളാഹു അറിയുന്നുണ്ട്. അള്ളാഹുവിന് അതിനെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ട് എന്ന ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. ഒന്നും നമ്മുടെ കയ്യിലില്ല എങ്കിലും നമ്മുടെ നിയ്യത്ത്, നമ്മുടെ ഉള്ളിൽ നമ്മൾ ദീനിനോട് കാണിക്കുന്ന പ്രതിബദ്ധത അത്രത്തോളം പ്രാധാന്യമാണ് എന്നും നമുക്ക് ഈ സംഭവത്തോട് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പരാമർശിക്കുന്ന കാണാൻ കഴിയും. ഒരു സൈന്യം, അതേത് സന്ദർഭത്തിലാണ് ഞാൻ ഓർക്കുന്നില്ല, അനസ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൈന്യത്തോട് പറയുകയാണ്, നിങ്ങൾ ഇപ്പോൾ ഏത് താഴ്വരയിലൂടെ പോയാലും, ഏത് വാദി നിങ്ങൾ മുറിച്ച് കടന്നാലും, ഏത് മല കയറി നിങ്ങൾ പോയാലും, ഏത് വഴിയിൽ നിങ്ങൾ പ്രവേശിച്ചാലും, ഏത് നാട്ടിലേക്ക് നിങ്ങൾ ജിഹാദിനായി ചെന്നാലും, നിങ്ങളുടെ കൂടെ മദീനയിലുള്ള ചില ആളുകളുണ്ട്. അവരവിടെയാണെങ്കിലും നിങ്ങളുടെക്ക് പ്രതിഫലത്തിൻ്റെ അംശം ലഭിക്കുന്ന, നിങ്ങളുടെ കൂടെ തന്നെ എന്ന് പറയാൻ കഴിയുന്ന ആളുകളുണ്ട്. അപ്പോൾ സ്വാമിമാർ ചോദിച്ചു, മദീനയിലുള്ള ആളുകൾ എങ്ങനെ ഞങ്ങളോടൊപ്പം? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ചില മുടക്കുകൾ, ചില കാരണങ്ങൾ, ന്യായമായ ചിലത് അവരെ തടഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അവർ വരാതിരുന്നത്. അവരുടെ ഉള്ളിലെ പ്രതിബദ്ധതയും ദീനിനുള്ള സ്നേഹവും അവരുടെ ഇഖ്ലാസും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്നതാണല്ലോ ഇതിൽ നമുക്ക് ലഭിക്കുന്ന പാഠം. ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ അടുത്തിന് ഒന്നുമില്ല എങ്കിൽ നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ ദീനോട് കാണിക്കുന്ന പ്രതിബദ്ധത, അത് നമുക്ക് ഒരുപാട് പ്രതിഫലം നേടിത്തരാൻ ഉള്ള ഒരു വകുപ്പാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞ സംഭവത്തിൽ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു സ്വഹാബി 2 വാഹനങ്ങളെ പ്രവാചകന് സ്വതക്ക കൊടുക്കുകയും അങ്ങനെ ഇതിൽ ചില സ്വഹാബിമാർക്ക് അന്ന് ആ സൈന്യത്തോട് ചേരാൻ അവസരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച ഉൽബത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി, അദ്ദേഹത്തിന് ഒന്നും കിട്ടാത്തത് കാരണം അദ്ദേഹം ഈ സൈന്യത്തിൻ്റെ അടുക്കൽ കൊടുക്കാൻ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്വാ എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. 4 മുദ്ദ് എന്ന് പറഞ്ഞാൽ 4 കോരൽ, ഒരു 5-6 കിലോ നമുക്ക് കൂട്ടാം. അതുപോലും അദ്ദേഹത്തിന് എടുക്കലില്ല. പല സ്വയം വരെ അതാണ് കൊടുത്തത്. അതിൽ കുറച്ച് കൊടുത്ത ആളുകളുണ്ട്, അത് ഒന്നും കൊടുക്കാനില്ല. അവസാനം അദ്ദേഹം രാത്രി നമസ്കാരത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു എന്നാണ്. ആ ഉൽബത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു അന്ന് രാത്രി നമസ്കാരത്തിൽ പ്രാർത്ഥിച്ചത് ഒന്നും, ഒരു കഷ്ടം തുണി പോലും കൊടുക്കാനില്ല, ഒന്നും കൊടുക്കാനില്ല. അവസാനം അദ്ദേഹം പ്രാർത്ഥിച്ചത്, അള്ളാഹുവെ, ഈ സൈന്യത്തിൽ പുറപ്പെടുന്ന മുസ്ലിങ്ങളിൽ ആർക്കെങ്കിലും എന്നോട് ചില ബാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്നെ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ട്, എനിക്കെന്തെങ്കിലും ബാധ്യതകൾ അവരിങ്ങോട്ട് തരാനുണ്ട്, എന്തെങ്കിലും ഒന്ന് എനിക്കിങ്ങോട്ട് തരാനുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ പേരിൽ ഞാനത് വിട്ടുകൊടുത്തിരിക്കുന്നു, എനിക്കതേ ചെയ്യാൻ കഴിയുള്ളൂ, വേറൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് അദ്ദേഹം രാത്രി നമസ്കാരത്തിൽ അള്ളാഹുവിനോട് അത് ഞാൻ സ്വതക്ക ചെയ്തിരിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചു. പിറ്റേന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പ്രാർത്ഥിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇന്നി അതസദ്ദഖു അലാ കുല്ലി മുസ്ലിമിൻ, ഞാൻ എല്ലാ മുസ്ലിങ്ങൾക്കും വേണ്ടി ഈ പറഞ്ഞ യുദ്ധത്തിൽ പോകുന്ന ആരെങ്കിലും ഒരാൾ ബികുല്ലി മദ്ലമത്തിൻ അസാബനി, ആരെങ്കിലും എന്നോട് ദുൽമ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പുറത്തു കൊടുത്തു. എന്നോട് അക്രമം ചെയ്ത ആൾക്ക് ഞാൻ പുറത്തു കൊടുത്തു. ഫീ മാലിൻ, സമ്പത്തിലാകട്ടെ, എനിക്കെന്തെങ്കിലും തരാതിരുന്നു, ഔ ജസദീൻ, എന്നെ ശാരീരികമായി ഉപദ്രവിച്ചോ, ഐറുദ്ദീൻ, എൻ്റെ അഭിമാനത്തിന് അല്ലെങ്കിൽ ക്ഷതം വരുത്തി, അങ്ങനെ എന്തെങ്കിലും കൊണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു, അതാണ് എൻ്റെ സ്വതക്ക. പിറ്റേന്ന് സുബൈക്ക് ജനങ്ങൾ അടിച്ചു. സുബൈക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് നിസ്കാരത്തിന് ആളുകൾ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് ചോദിച്ചു, ഐനൽ മുത്തസദ്ദിഖു ഹാദിഹിൽ ലൈല, ഇന്നലെ രാത്രി സ്വതക്ക ചെയ്ത ഒരാൾ, അയാൾ എവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ ആരും എഴുന്നേറ്റില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വീണ്ടും ചോദിച്ചു, ഐനൽ മുത്തസദ്ദിഖ്, ഇന്നലെ രാത്രി സ്വതക്ക ചെയ്തവൻ എവിടെ? ഫല്യഖും, അവൻ എഴുന്നേറ്റ് നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉൽബാഹു എഴുന്നേറ്റ് നിന്നു. അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ഷിർ, നിനക്ക് സന്തോഷ വാർത്തയുണ്ട്. ഫവല്ലദി നഫ്സി ബിയദി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അള്ളാഹുവാണ് സത്യം, ലഖദ് കുതിബത് ഫി സകാത്തിൽ മുതഖബ്ബല, നീ കൊടുത്ത സദഖ അത് സ്വീകരിക്കപ്പെട്ട സകാത്തിൽ എഴുതപ്പെട്ട് കഴിഞ്ഞു എന്നാണ് റസൂലുള്ളാഹി അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞു. സദഖ അള്ളാഹു സ്വീകരിച്ചു. ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ ദലായിൽ നുബുവയിൽ ഉദ്ധരിച്ച സംഭവം ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അശ്അരി ഗോത്രക്കാരായ ആളുകൾ, അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകളും സമാനമായ പ്രശ്നം അനുഭവിച്ചിരുന്നവരായിരുന്നു. പിന്നീട് അവർക്കും വേറെ ചില ആളുകൾ ചില ഒട്ടകങ്ങളെയും അതുപോലെ തന്നെ വാഹനങ്ങളെയൊക്കെ പ്രവാചകൻ സ്വതക്ക കൊടുത്തപ്പോൾ അവർക്കും അങ്ങനെ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പല മുട്ടാപ്പോക്ക് ന്യായങ്ങളും പറഞ്ഞ് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് ചിന്തിച്ച മുനാഫിക്കുകളും ഒരു വശത്തുണ്ടായിരുന്നു. അവരിതിനു വേണ്ടി ചിന്തിച്ച ഒരുപാട് ന്യായങ്ങളുണ്ടായിരുന്നു. പല ന്യായങ്ങളും രസകരമാണ്. അത് മുഴുവൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സൂചിപ്പിക്കാം. ചില ആളുകൾ പറഞ്ഞു,
നമ്മുടെ ഈത്തപ്പനയും മറ്റു കാര്യങ്ങളൊക്കെ പഴുക്കാനുള്ള അതൊക്കെ വിളവെടുക്കാനുള്ള സമയമായി, അതുകൊണ്ട് നമുക്ക് വരാൻ കഴിയില്ല, ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. വേറെ ചില ആളുകൾ, ഒരു മനുഷ്യൻ അയാൾ പറഞ്ഞത് ഒരു ന്യായം രസകരമാണ്. അയാൾ പറഞ്ഞു, ഈ ബനുൽ അസ്ഫർ, ഈ മഞ്ഞക്കാരുടെ അടുത്തേക്ക് പോകുമ്പോൾ എനിക്ക് നിങ്ങൾക്കറിയാലോ എനിക്ക് സ്ത്രീകൾ എന്നുള്ളതൊരു ബലഹീനതയാണ്. അപ്പം ഞാൻ അവിടെ ചെന്നാൽ ആ സ്ത്രീകളെ കണ്ടിട്ട് മോഹിച്ച് അങ്ങനെ യുദ്ധത്തിൽ നിന്ന് എൻ്റെ മനസ്സ് തെറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇളവ് തരണം എന്ന് റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് വന്നു. അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ന്യായങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും നമുക്ക് അതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ സൂചിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതെങ്കിലും ഒരു രൂപത്തിൽ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സേവനങ്ങൾ അർപ്പിക്കാൻ, അള്ളാഹുവിൻ്റെ റസൂലിനോടും നസീഹത്തുണ്ടാകാൻ, ദീനോട് പ്രതിബദ്ധത കാണിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവനും നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഒഴിവു സമയവും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അംശം തന്നെയും ദീനിന് വേണ്ടി മാറ്റിവെക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വഹാദ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹാബത്തിഹി കുല്ലിഹിം അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.